200-ലേറെ രാജ്യത്തു നിന്ന് എല്ലാ വിഭാഗം ആളുകളും ജാതി മതഭേദമന്യേ ഐക്യത്തോടെയും ഒത്തൊരുമയോടെയും കഴിയുന്നത് ഈ നാട്ടിൻ്റെ ഭരണാധികാരികളുടെയും നാട്ടിലെ ഓരോ പൗരന്മാരുടെയും ആ ഒത്തൊരുമയും കൂട്ടായ്മയും അന്യ നാട്ടുകാർ അങ്ങനെ കാണാതെ സ്വന്തം നാട്ടുകാരായി കാണുന്നു എന്നതാണ്. ഈ നാടിൻ്റെ ഭരണാധികാരി ആയിരുന്ന ശില്പി ഷെയ്ഖ് സായിദ് റഹിമഹുല്ല അവരോട് നിങ്ങളുടെ രാജ്യത്തെ 80% ആളുകൾ മഞ്ഞ രാജ്യങ്ങളാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്, എല്ലാം അള്ളാഹുവിൻ്റേതാണ്, ഭൂമി അള്ളാഹുവിൻ്റേതാണ്, ശക്തികൾ അള്ളാഹുവിൻ്റേതാണ്, ഈ നാട്ടിലേക്ക് വരുന്നവരെല്ലാം എൻ്റെ രാജ്യക്കാരായി കാണുന്നു എന്നത്. ഈ ഒത്തൊരുമ കൂട്ടായ്മ ലോകത്തെല്ലായിടങ്ങളിലും എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. വിദ്വേഷവും വൈരാഗ്യവും തൂത്തെറിയുക, സ്നേഹവും ഐക്യവും സന്തോഷവും ഊട്ടിയുറപ്പിച്ച് എല്ലാവരും ജാതി മതഭേദമന്യേ സഹോദരന്മാരാണെന്ന പ്രതിജ്ഞയോടെ മുന്നോട്ട് പോവുക എന്നതാണ് ഈ ദേശീയോത്സവത്തിൽ നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം. കേരളത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വിഷയങ്ങളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മേലധ്യക്ഷന്മാരും ഇടപെടുന്ന സംഭവങ്ങൾ കൂടുതലായിട്ട് വരുന്നത് എന്താണ്? മതപണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിക്കണം. അത് അവർ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിലെല്ലാം അവർ കൈകാര്യം ചെയ്യും. അവർക്ക് മതപരമായി പറയേണ്ട വിഷയങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. രാഷ്ട്രത്തലവന്മാർ, ഭരണാധികാരികൾ, രാഷ്ട്രീയക്കാർ അവർ കൈകാര്യം ചെയ്യേണ്ടത് അവർ കൈകാര്യം ചെയ്യും. ഈ വഖഫ് വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ മുസ്ലിം സമൂഹം കൈക്കൊണ്ടിരിക്കുന്ന ഒരു പക്വതയുള്ള സമീപനമാണ്. ആ നിലപാട് തന്നെ തുടരാനായിരിക്കുമോ തീരുമാനം? ഞങ്ങളതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ പേപ്പർ വർക്കുകൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ഇപ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പഠിച്ചതിൻ്റെ ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ ഒരു കാര്യം, ഈ സുന്നി ഐക്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ആശയപരമായിട്ട് കുറേ കൂടി അടുപ്പം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് സംഘടനാപരമായിട്ടുള്ള ഒരു അടുപ്പാണ് അതിന് വേണ്ടത്. എന്താണ് സുന്നി ഐക്യം? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്താണ്? ഞങ്ങളെന്നും ഐക്യത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് എല്ലാവരും ഒന്നിക്കണം. പരസ്പരം ഭിന്നിപ്പിൻ്റെയും അകൽച്ചയുടെയും കാലങ്ങൾ കഴിഞ്ഞു. എല്ലാവരും ഐക്യത്തോടെയും ഒത്തൊരുമയുടെയും കൂടെ നിൽക്കണമെന്ന് ഞങ്ങളുടെ നേതൃത്വം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത്, പ്രാസ്ഥാനിക കുടുംബങ്ങൾ എന്നെന്നും പറയുന്നതാണ്. ആ വാക്ക് ഞങ്ങൾ എന്നെന്നും ഐക്യത്തിൻ്റെ വക്താക്കളാണ്. ഐക്യത്തിന് വേണ്ടി എന്തും വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറാണ്.